എല്ലാവർക്കും നമസ്കാരം. പ്രതിഷേധം എന്നത് ഒരു ജനാധിപത്യ അവകാശമാണ്. പക്ഷേ അത് അക്രമത്തിലേക്ക് മാറിയാലോ? കല്ലെറിയൽ, പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിനെ ആക്രമിക്കൽ, മറുവശത്ത് പോലീസിൻ്റെ ബലപ്രയോഗം ഇതൊക്കെ സംഭവിച്ചാലോ? ഇത്തരം സാഹചര്യങ്ങളിൽ ഭരണകൂടം എങ്ങനെ പെരുമാറണം? പോലീസ് എവിടെ വരെ പോകാം? പ്രതിഷേധക്കാർക്ക് എത്രത്തോളം നിയമപരമായിട്ടുള്ള സംരക്ഷണമുണ്ട്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനാണ് ഇപ്പോൾ സുപ്രീം കോടതി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട്. അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് CJPയുടെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികളാണ് കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ജന്തർ മന്ദറിൽ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് മഹാരാഷ്ട്രയിലേക്ക്, ബീഹാറിലേക്ക്, അസമിലേക്ക്, ഉത്തർപ്രദേശിലേക്ക്, മധ്യപ്രദേശിലേക്ക്, ബംഗാളിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് ഒക്കെ തന്നെ വ്യാപിച്ചു. പെല്ലറ്റ് ഗണ്ണിൻ്റെ ഉപയോഗമുണ്ടായി. അതുമൂലം വിദ്യാർത്ഥിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. റബ്ബർ ബുള്ളറ്റ് മൂലം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പരിക്കേറ്റു. ഇലക്ട്രോണിക് ബാറ്റൺ ഉപയോഗിച്ചു, ആണിതറച്ച ലാത്തി ഉപയോഗിച്ചു തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ അവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് നിന്നും ഇതേപോലെ തന്നെ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ കോടതിയോട് അഭിഭാഷകർ മുഖേന പറഞ്ഞിട്ടുണ്ട്, സമരസ്ഥലത്തേക്ക് നുഴഞ്ഞു കയറിയ സാമൂഹ്യ വിരുദ്ധർ കല്ലേറും അക്രമവും അവർക്കെതിരെ നടത്തി. 280-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, രണ്ട് ഭാഗത്തു നിന്നും അക്രമമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇടക്കാല മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇത് CJPക്ക് പൂർണ്ണമായും സ്വീകാര്യമല്ലാത്തത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നോക്കാം. ഇവിടെ ഹർജിക്കാരുടെ ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിന് ന്യായമായിട്ടുള്ള കാരണം നൽകുന്നുവെന്നാണ് കോടതി പറയുന്നത്. അതേസമയം പോലീസ് കുടുംബങ്ങളുടെ പരാതികളും ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തും എന്നാണ് കോടതി പറയുന്നത്. അതായത് അന്തിമ ഉത്തരവിന് മുമ്പ് ഡൽഹി സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ സത്യവാങ്മൂലം കൂടി പരിഗണിച്ചതിന് ശേഷം ഈ വിഷയം ബാധിക്കപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ വഴി സംസ്ഥാനത്തിൻ്റെ റെസ്പോൺസ് കൂടി പരിഗണിച്ചതിന് ശേഷം ഓഗസ്റ്റ് 3-ന് അടുത്ത വാദം കേൾക്കുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 ഇടക്കാല നിർദ്ദേശങ്ങളുണ്ട്. ഒരുപക്ഷെ ഇതിൽ ചില കാര്യങ്ങളാണ് ഇപ്പോൾ CJPക്ക് സ്വീകാര്യമല്ലാത്തത്. ഇതിൽ ഓരോന്നും എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും സാങ്കത്യം എന്താണ് എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് തെളിവ് സംരക്ഷണമാണ്. അതായത് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ CCTV ഫുട്ടേജ് ഉണ്ട്, ഡ്രോൺ ഫുട്ടേജ് ഉണ്ട്, പോലീസിൻ്റെയും മറ്റും ബോഡി ക്യാമറ റെക്കോർഡിംഗ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള വീഡിയോഗ്രഫി ഉണ്ട്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ റെക്കോർഡുകളുണ്ട്, PCR കോൾ വിവരങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നശിപ്പിക്കാതെ സൂക്ഷിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതേതെങ്കിലും ഒരു ഭാഗമല്ല, 2 ഭാഗവും അതേപോലെ തന്നെ സൂക്ഷിക്കണം. എന്നിട്ട് ഇതെല്ലാം തന്നെ സമഗ്രമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതോറിറ്റിയുടെ മുന്നിൽ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ ആര് പറയുന്നതാണ് ശരി, 2 ഭാഗത്തു നിന്നും എക്സസീവായിട്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇത് ആസൂത്രിതമായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ആയിരുന്നോ, ഇതെല്ലാം തന്നെ മനസ്സിലാക്കണമെങ്കിൽ ഈ റെക്കോർഡുകളെല്ലാം തന്നെ പ്രിസർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ അന്വേഷണത്തിനെ കൃത്യമായ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒബ്സർവേഷനാണ് കോടതിയുടെ ഈ ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്നതിൽ തർക്കമില്ല. രണ്ടാമത്തേത്, ഈ സമരങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ നിലവിൽ പരസ്യപ്പെടുത്തരുത്. കാരണം ഈ പ്രതിഷേധത്തിനിടെ നിരവധി വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ പലതും പേഴ്സണൽ ഇൻഫർമേഷനാണ്, ഡിജിറ്റൽ ഡേറ്റയുണ്ട്. ഇതൊന്നും തന്നെ പൊതുജനത്തിന് ലഭ്യമാക്കരുത്. അങ്ങനെ ആൾക്കാർ ജഡ്ജ്മെൻ്റലാകാൻ പാടില്ല. ചിലപ്പോൾ ചില ദൃശ്യങ്ങൾ വരുന്നുണ്ടാകും, അതിൽ ഉള്ള ആൾക്കാരായിരിക്കില്ല എന്തെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് ഒരുപക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനെ, അവരുടെ ഭാവിയിലെ പഠനത്തിനെ, അല്ലെങ്കിൽ ഒരു തൊഴിൽ കിട്ടാനുള്ള അവരുടെ സാധ്യതയെ ഒക്കെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവസി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ദൃശ്യങ്ങളോ ഈ ഇൻഫർമേഷനോ ഒന്നും തന്നെ പുറത്തേക്ക് പോകരുത് എന്ന് കോടതി കർശനമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, FIRൽ അന്വേഷണം തുടരാം, പക്ഷേ നിർബന്ധിത നടപടികൾ പാടില്ല. ഇവിടെയാണ് CJPക്ക് ഒരു പ്രശ്നമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രശ്നത്തിലേക്കും CJP പറയുന്ന ആരോപണത്തിലേക്കും അതിൻ്റെ നിയമപരമായിട്ടുള്ള വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളിലേക്കുമൊക്കെ നമുക്ക് വരാം. പക്ഷേ കോടതി ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് വളരെ പ്രധാനമാണ്. കാരണം FIR പിൻവലിക്കാനായിട്ട് കോടതി നിർദ്ദേശിച്ചിട്ടില്ല. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRകളിലെ എല്ലാം അന്വേഷണം സംസ്ഥാനങ്ങൾക്ക്, കേന്ദ്രത്തിന് ഒക്കെ തന്നെ തുടരാം. പക്ഷേ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത പ്രതിഷേധക്കാർക്കെതിരെ നിർബന്ധിത നടപടികൾ പാടില്ല. ഈ നിർബന്ധിത നടപടി അഥവാ കൊയേഴ്സീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർക്ക് ഈ സംരക്ഷണം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ CJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള പ്രശ്നവും ഈ നിർദ്ദേശം ഉണ്ടാക്കേണ്ടതില്ല. കാരണം അവരുടെ ഭാഗത്തു നിന്ന് ക്രിമിനൽ നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അവർ സേഫാണ്. പക്ഷേ എന്തുകൊണ്ടോ CJP ഈ ഒരു നിർദ്ദേശത്തിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് വരാം.
അതിനു മുമ്പ് കോടതി പറഞ്ഞിരിക്കുന്ന 4ാമത്തെ നിർദ്ദേശം 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ വിട്ടയക്കണം. അതായത് പോലീസിൻ്റെ നടപടികളുടെ ഭാഗമായി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, ഡിറ്റൻഷനിലാക്കിയിട്ടുണ്ടാകാം, മറ്റേതെങ്കിലും രീതിയിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാകാം. അവരെ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാനങ്ങളാണെങ്കിലും ഉടൻ തന്നെ വിട്ടയക്കണം. ഏതെങ്കിലും തരത്തിൽ ജാമ്യം നിർബന്ധമായി വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് അവരെ വിടണം. അത് ആ കുട്ടി തന്നെയോ അല്ലെങ്കിൽ കുടുംബാംഗമോ ഒക്കെ തന്നെ ഒപ്പിട്ടാൽ മതിയാകും എന്നാണ്. പക്ഷേ ഇവിടെയും ഒരു കവിയറ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ ഈ സംരക്ഷണം നൽകുകയുള്ളൂ. അതായത് നിങ്ങളുടെ പ്രായം 18 വയസ്സിന് മുകളിലാണോ താഴെയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന പരിഗണനാ വിഷയം. നിങ്ങൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ്. 5ാമത്തേത് വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിനുള്ള സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. സ്വതന്ത്ര അന്വേഷണത്തിന് സാഹചര്യമുണ്ട്. കാരണം 2 ഭാഗത്തു നിന്നും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ 5 കാര്യങ്ങളും എല്ലാവരും ഒരേപോലെ തന്നെ സ്വീകരിക്കേണ്ടതാണ്. കാരണം ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് അക്രമത്തിന് ലൈസൻസ് ഇല്ല. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ കോടതി സംരക്ഷണം നൽകുകയുള്ളൂ. അക്രമത്തിൽ പങ്കെടുത്തു എന്ന് തെളിഞ്ഞാൽ നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകും. അക്രമം ഒരു അവകാശമല്ല. കല്ലെറിയലോ അക്രമമോ പൊതുമുതൽ നശിപ്പിക്കലോ ഒന്നും ഒരു തരത്തിലും ഒരു പ്രതിഷേധത്തിനെയും ശക്തിപ്പെടുത്തുന്നില്ല. മറിച്ച് യഥാർത്ഥ വിഷയത്തിലെ അത് പിന്നിലേക്ക് തള്ളുന്നുണ്ട്, നിയമ നടപടികൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മൾ CJPയുടെ പ്രതികരണം എന്താണ് എന്ന് ശ്രദ്ധിക്കേണ്ടത്. CJPക്ക് വേണ്ടി ഔദ്യോഗികമായിട്ട് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് അവരുടെ നേതാവ്, വക്താവ്, ചർച്ചകളിലൊക്കെ തന്നെ CJPയെ പ്രതിനിധീകരിച്ചിരിക്കുന്ന സൗരവ് ദാസ് ആണ്. അദ്ദേഹം പറയുന്നത് FIRകളിൽ അന്വേഷണം തുടരാം എന്ന കോടതിയുടെ നിലപാട് ശരിയല്ല എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറയുന്നത് സമരം അവസാനിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ FIRകളും പിൻവലിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ്. ആ വാഗ്ദാനത്തിന് വിരുദ്ധമായിട്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്നാണ് ഇപ്പോൾ സൗരവ് ദാസ് പറയുന്നത്. അങ്ങനെ FIRകൾ പിൻവലിക്കാതെ കോടതിയുടെ നിർദ്ദേശം ഉണ്ടാകുന്നത് ശരിയല്ല എന്നും അങ്ങനെ FIRകൾ പിൻവലിക്കാം എന്നുള്ള വാഗ്ദാനം സർക്കാർ പിൻവലിച്ചാൽ വീണ്ടും പ്രതിഷേധവുമായിട്ട് CJP മുന്നോട്ട് പോകുമെന്നുമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. ഇവിടെ 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എല്ലാ FIRകളും പിൻവലിക്കും എന്ന് കേന്ദ്ര സർക്കാർ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് എത്രത്തോളം സാധുതയുള്ള ഒരു കാര്യമാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. CJP മാത്രമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ജൂലൈ 29-ന് ഒരു സ്റ്റേറ്റ്മെൻറ്റാക്കി ഇറക്കാമെന്നാണ്. ഒരു സർക്കാരും വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ ക്രിമിനാലിറ്റി ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRകൾ റദ്ദാക്കാനായിട്ട് കഴിയില്ല. കാരണം അത് വലിയ സാമൂഹ്യ അരക്ഷിതാവസ്ഥയുണ്ടാക്കും. അത് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം കുത്തഴിഞ്ഞതാണ് എന്നും ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കി, സമ്മർദ്ദം ഉണ്ടാക്കി, അവസാനം FIRകൾ വരെ പിൻവലിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന രീതിയിലത്തേക്ക് ഒരു സിറ്റുവേഷനെ എത്തിക്കുന്നത് അരാജകത്വമാണ്. അതൊരിക്കലും നമ്മുടെ നാട്ടിൽ അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇന്നേ വരെ ഒരു സർക്കാരും അത് പാലിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിബേറ്റബിളാണ്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു കൺഫർമേഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുണ്ടാകുമ്പോൾ അത് ആ രീതിയിൽ മാത്രമേ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. 2, ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ CJPയുടെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യത്തിൽ അവർ പറയുന്നത് അവരുടേത് സമാധാനപരമായിട്ടുള്ള വിദ്യാർത്ഥി സമരമാണ് എന്നാണ്. എന്നാൽ അതിലേക്ക് സാമൂഹ്യവിരുദ്ധ ശക്തികളൊക്കെ തന്നെ, ദേശവിരുദ്ധ ശക്തികളൊക്കെ തന്നെ വന്നു ചേർന്നിട്ടുണ്ടാകാം എന്നും അതുകൊണ്ട് തന്നെ അവരായിരിക്കും അതിൽ അക്രമം അഴിച്ചുവിട്ടത് എന്നുമാണ്. അങ്ങനെയെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ സാമൂഹ്യവിരുദ്ധ ശക്തികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ FIRകൾ തുടർന്ന് അന്വേഷിക്കുന്നതിൽ CJPക്കും സൗരവ് ദാസിനും എന്താണ് പ്രശ്നം? ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരാണ് വിദ്യാർത്ഥികൾ. അവരാരും അക്രമം അഴിച്ചുവിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള, അതായത് ക്രിമിനലുകളായിട്ടുള്ള ഈ സാമൂഹ്യവിരുദ്ധ ശക്തികൾ അഴിച്ചുവിട്ടിരിക്കുന്ന അക്രമത്തിനെ കേന്ദ്ര സർക്കാർ അന്വേഷിച്ച് അതിനെതിരെ നടപടികൾ എടുക്കുന്നതിൽ സൗരവ് ദാസിനും CJPക്കും എന്താണ് പ്രശ്നം എന്നതിനെക്കുറിച്ച് അവർ വിശദീകരിക്കണം. വീണ്ടും പറയാം, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടേതായിട്ടുള്ള ഒരു സമരത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ആ സമരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും സംരക്ഷിക്കണം എന്നാണ് CJPയും സൗരവ് ദാസും പറയുന്നത്. എന്നാൽ അവർ തന്നെ മറ്റൊരു ശ്വാസത്തിൽ പറയുന്നത് ഇതിൽ അവർ മാത്രമല്ല ഉണ്ടായിരുന്നത്, ദേശവിരുദ്ധ ശക്തികളും അതിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ അവർക്കെതിരെയും FIR ഇടാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ന്യായമാണ്? ഇനി അടുത്ത കാര്യം, സൗരവ് ദാസിനും CJPക്കും നിയമപരിജ്ഞാനം അത്രത്തോളം ഇല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അതിനു മുമ്പ് നമ്മുടെ മലയാള മാധ്യമത്തിൽ ഒരു ചർച്ചയുണ്ടായപ്പോൾ അതിൽ CJPയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി വന്നിരുന്നു. ആ പെൺകുട്ടിയോട് അന്ന് ഒരു ചോദ്യമുണ്ടായിരുന്നു, പാർലമെൻറ്റ് മാർച്ചിന് നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിൽ നിന്ന് പെർമിഷൻ എടുക്കാഞ്ഞത് എന്ന്. അന്ന് ആ കുട്ടി പറഞ്ഞ മറുപടി അതിന് എത്രത്തോളം നിയമപരിജ്ഞാനത്തിൻ്റെ അഭാവമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിരുന്നു.
നമ്മളൊരു സിസ്റ്റത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ പെർമിഷൻ വാങ്ങേണ്ടതുണ്ടോ? അത് വളരെ വിയേർഡല്ലേ എന്നാണ് ആ കുട്ടി എന്ന് ചോദിച്ചത്. അതാണ് നിയമപരിജ്ഞാനം. സൗരവ് ദാസ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ FIRകളെല്ലാം തന്നെ റദ്ദാക്കുമെന്ന്, പിന്നെ സുപ്രീം കോടതിക്ക് എന്താണ് പ്രശ്നം എന്നാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു സർക്കാരും നൽകുന്ന ഒരു ഉറപ്പും, ഇനി അഥവാ അങ്ങനെ ഉറപ്പ് നൽകിയിട്ടുണ്ട് എങ്കിലും അത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് മുകളിലല്ല. നമ്മുടെ നാട്ടിൽ FIRകളുമായി മുന്നോട്ട് പോകാം എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓവർ റൈഡ് ചെയ്യുന്നതിന്, സൂപ്പർസീഡ് ചെയ്യുന്നതിന് ഒരു സർക്കാരിനും ഒരു CJPക്കും ഒരു അധികാരവുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു സർക്കാരും ഒരു സംഘടനയും തമ്മിലുള്ള വാക്കാലുള്ള ഒരു ധാരണ, അത് സൗരവ് ദാസ് പറയുന്ന രീതിയിൽ തന്നെ ആണെങ്കിൽ കൂടി പരമോന്നത കോടതിയുടെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവിനേക്കാൾ മുകളിലല്ല, താഴെയാണ്. CJP സുപ്രീം കോർട്ടിനേക്കാൾ മുകളിലല്ല, താഴെയാണ്. കേന്ദ്ര സർക്കാരും സുപ്രീം കോർട്ടിനേക്കാൾ മുകളിലല്ല, താഴെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കണം. കോടതി ഇവിടെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ആൾക്കാർക്ക് സംരക്ഷണം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനപ്പുറം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ അന്വേഷണം പൂർണ്ണമായി അവസാനിപ്പിക്കണം, അതിലുണ്ടായിരിക്കുന്ന ഒരു അക്രമ പ്രവൃത്തിയും തുടർന്ന് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിയമ സംവിധാനത്തിനെ, നമ്മുടെ നാട്ടിലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള നിയമപ്രക്രിയയെ തന്നെ മറികടക്കാനുള്ള ഒരു സമ്മർദ്ദമായിട്ട് തന്നെ വായിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് CJPക്കാർ ഓർക്കുക. ഓഗസ്റ്റ് 3 ഈ കേസ് വീണ്ടും കോടതിയിലെത്തും. അതുവരെ എന്തൊക്കെയാണ് ഈ ഇടക്കാല നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും CJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന സഹകരണം എന്നതിനെക്കുറിച്ച് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. കോടതിയും അത് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു വലിയ പാഠമുണ്ട്. ജനാധിപത്യത്തിൽ പ്രതിഷേധം എന്നത് ഒരു അവകാശമായി മാറുന്നുണ്ട്. പക്ഷേ ആ അവകാശം അക്രമ പശ്ചാത്തലമില്ലാത്ത ആൾക്കാർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം വിട്ടയക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. കോടതി തന്നെയാണ് പറയുന്നത്, പ്രതിഷേധം എന്ന പേരിൽ അക്രമം നടത്താനായിട്ട് ആർക്കും അവകാശമില്ല, പൊതുമുതൽ നശിപ്പിക്കാൻ അവകാശമില്ല, പോലീസിനെ ആക്രമിക്കാൻ അവകാശമില്ല, നിയമം കയ്യിലെടുക്കാനും ഒരു തരത്തിലുള്ള അവകാശവുമില്ല. അതാണ് ഈ ഇടക്കാല ഉത്തരവിൻ്റെ ഈ നിർദ്ദേശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ കോസിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, സമാധാനപരമായിട്ടുള്ള സമരം നയിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്ന് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഞങ്ങളുടെ സമരത്തിൽ മറ്റ് ദേശവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അവർ അക്രമം നടത്തിയിട്ടുണ്ട് എന്ന് ആരോപിക്കുകയും എന്നാൽ അവർക്കെതിരെയും FIR എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നത് വലിയ വൈരുദ്ധ്യമാണ് എന്നുള്ളത് സൗരവ് ദാസും CJPക്കാരും മനസ്സിലാക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.